الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ കലണ്ടറിലെ മൂന്നാമത്തെ മാസമായ റബീഉൽ അവ്വലിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. പലരും റമദാൻ മാസത്തെ പോലെ, അല്ലെങ്കിൽ ശവ്വാലിൻ്റെ പിറവി കണ്ടതുപോലെ, അതല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ദുൽഹിജ്ജയുടെ വരവ് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ആവേശത്തിലും ആഘോഷത്തിരക്കിലുമാണ് റബീഉൽ അവ്വലിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് മാത്രമാണ് അനിഷേധ്യമായി പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമിൽ ഇത്നൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ അനുഷ്ഠിച്ചു വരാറുള്ള തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ഒരിക്കൽ ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക യൗമുൻ വുലിദ്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണ്. തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അങ്ങനെ നിരവധി ഹദീസുകളിലൂടെ ആ കാര്യം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ
എതിരഭിപ്രായമില്ലാതെ പറഞ്ഞതാണ് വലാ ഖിലാഫ അന്നഹു വുലിദ യൗമൽ ഇത്നൈൻ, തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് ഒരു തർക്കവുമില്ല. എന്നാൽ മാസം ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ മാസത്തിലെ തീയതി ഏതാണ് എന്ന് ചോദിക്കുമ്പോഴും ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. റബീഉൽ അവ്വലിലാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, റബീഉൽ ആഖറിലാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, സഫർ മാസത്തിലാണ് എന്ന് പറഞ്ഞവരുണ്ട്, റമദാനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നൊക്കെ മാസത്തിന്റെ വിഷയത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തീയതിയുടെ വിഷയത്തിൽ, ദിവസത്തിന്റെ കാര്യത്തിലും റബീഉൽ അവ്വലിലാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ ഏകാഭിപ്രായക്കാരല്ല. റബീഉൽ അവ്വൽ 2-നാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, 3-നാണ് എന്നും 8-നാണ് എന്നും 9-നാണ് എന്നും ഒക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. റബീഉൽ അവ്വൽ 9-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് പറയുന്ന പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് മഹ്മൂദ് ബാഷ അൽ ഫലക്കി ഒരു ഗോളശാസ്ത്ര പണ്ഡിതനാണ്. അദ്ദേഹം ഗോളശാസ്ത്രത്തിന്റെ ആ കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് നിരത്തിക്കൊണ്ട് വിശദീകരിച്ചത് റബീഉൽ അവ്വൽ 9-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതെന്നാണ്. അതുകൊണ്ട് തന്നെ ആധുനിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ ഷേഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ അർ റഹീഖുൽ മഖ്തൂം എന്ന പ്രവാചക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥം രചിച്ച ഇന്ത്യക്കാരൻ കൂടിയായ മുബാറക് ഫൂരിയും അഭിപ്രായപ്പെട്ടത് റബീഉൽ അവ്വൽ 9-നാണ് എന്നതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമെന്നാണ്. അതേപോലെ തന്നെ റബീഉൽ അവ്വൽ 12, 10 എന്ന് പറഞ്ഞ ആളുകളുണ്ട്, 12 എന്ന് പറഞ്ഞവരുണ്ട്, 22 എന്ന് പറഞ്ഞവരുണ്ട്, 27 എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ മാസത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏത് ദിവസത്തിലാണ് എന്നതിലും അതിലേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാഉമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിഹായ എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ 3-ാമത്തെ വാള്യത്തിൽ പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്, ആ പരമ്പരയെ സംബന്ധിച്ച് തന്നെ വിമർശിച്ചുകൊണ്ട് ന്യൂനതകൾ അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു, വുലിദ ആമൽ ഫീൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം ആനക്കലഹ നടന്ന ആ വർഷത്തിലാണ്. യൗമൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസത്തിലാണ്. അസ്സാനി അശറ മിൻ ഷഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിലെ 12-ാമത്തെ തീയതിയാണ്. പക്ഷേ ആ റിവായത്തിന്റെ ദുർബലത അദ്ദേഹം അവിടെ പറഞ്ഞു, ഫീഹി ഇൻഖിതാ. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഖണ്ഡിതമായി പറയുവാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ പരമ്പരയിൽ കണ്ണികൾ വിട്ടുപോയിട്ടുണ്ട്, അഥവാ സ്ഥിരപ്പെട്ട സംഗതിയല്ല എന്ന്. അപ്പോ ഏതാണ്ട് പ്രസിദ്ധമായ ഒരു അഭിപ്രായമാണ് റബീഉൽ അവ്വൽ 12 എന്ന അഭിപ്രായത്തെ പരിഗണിക്കുമ്പോൾ തന്നെ അത് ഗണ്ണിതമല്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇസ്ലാമിക ലോകത്തെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തെ സംബന്ധിച്ചും ദിവസത്തെ സംബന്ധിച്ചുമൊക്കെ നാം കേട്ടത്. ദീനിൽ അത്തരമൊരു പ്രധാനപ്പെട്ട തീയതിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തെ അവരാരും കണ്ടിരുന്നില്ല എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ താബിഈങ്ങളോ അഇമ്മത്തുകളോ ആരും ആ ഒരു ദിവസത്തിന് പ്രത്യേകത കൽപ്പിച്ചു പോന്നിരുന്നുവെങ്കിൽ തീർച്ചയായും ഇസ്ലാമിക ലോകത്ത് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹജ്ജിന്റെ ദിവസങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകത്ത് ആർക്കാണ് തർക്കമുള്ളത്? 8-ാമത്തെ ദുൽഹിജ്ജ മാസത്തിലെ 8-ാമത്തെ ദിവസം യൗമു തർവിയ, അന്നാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങുക എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. യൗമു അറഫ, ദുൽഹിജ്ജ 9-നാണ് എന്ന വിഷയത്തിൽ അവിടെയും തർക്കങ്ങളില്ല. നോമ്പിന്റെ മാസം ഏതാണ് എന്ന് ചോദിച്ചാൽ റമദാൻ മാസത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ആഴ്ചയിൽ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത, ജുമാ നടക്കേണ്ടത് വെള്ളിയാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ എന്ന തർക്കമില്ല, വെള്ളിയാഴ്ച തന്നെയാണ് എന്ന് എല്ലാവരും സമ്മതിക്കും. മുഹറം 9, 10 ദിവസത്തിലാണ് സുന്നത്ത് നോമ്പ് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ സുന്നത്ത് നോമ്പുകളടക്കം നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായി വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇസ്ലാമിന്റെ ചരിത്രവും പ്രമാണങ്ങളും പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തെയും മാസത്തെയും പ്രത്യേകമായി മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രയോഗം, ഒരു പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നുവെങ്കിൽ, അങ്ങനെ അവർ ഗണിച്ചു പോന്നിരുന്നുവെങ്കിൽ
ഈ ഭിന്നതയുണ്ടാകുമായിരുന്നില്ല എന്ന് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ സൂചനയുള്ളത്, അല്ലെങ്കിൽ ഉണർത്തിയതിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും അതേപോലെ ആഘോഷവും മാസവും ദിവസവും ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകൾ അഥവാ ഉപദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യത്തിൽ, സൂക്ഷിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകുവാൻ യാതൊരു സാധ്യതയുമില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്ത് തൗബയിലെ 128-ാമത്തെ വചനത്തിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ളൊരു ദൂതൻ നിങ്ങൾക്ക് ഇതാ വന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായി പടച്ചറബ് എടുത്തു പറഞ്ഞതാണ്. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനെ അള്ളാഹു ദൂതനായി പറഞ്ഞയച്ചു എന്നത്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക എന്നത് അദ്ദേഹത്തിന് അസഹ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഉമ്മത്തിലെ ആരുടെയെങ്കിലും വേദനയും പ്രയാസവും എന്നത്, മനുഷ്യരുടെ വേദന സങ്കടം എന്നുള്ളത് സഹിക്കുവാൻ കഴിയാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന കാര്യമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതേപോലെ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വരുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ തൽപരനായിരുന്നു. ഏതെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് അറിയിച്ചു തരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വിട പറഞ്ഞു പോയിട്ടില്ല എന്നത് നാം ചേർത്ത് വായിക്കേണ്ടതാണ്. സത്യവിശ്വാസികളോട് അങ്ങേയറ്റം കരുണയുള്ളവനും ദയാപരനുമാണ് പ്രവാചകനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ആ പ്രവാചകനോടുള്ള കടമയും കടപ്പാടും ആ പ്രവാചകന്റെ വാക്കുകളും ഉപദേശങ്ങളും വസിയ്യത്തുകളും ഒക്കെ എത്ര കണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഗൗനിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ആരും പറഞ്ഞു തരാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഇങ്ങനെയെല്ലാം അള്ളാഹു പരിചയപ്പെടുത്തിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിഹാദാ കാന ഹഖ്ഖുഹു മുഖദ്ദമൻ അലാ സായിരി ഹുഖൂഖിൽ ഖൽഖ്, മറ്റേത് സൃഷ്ടികളോടുള്ള കടമയേക്കാളും കടപ്പാടുകളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമയും കടപ്പാടും മുന്നിട്ട് നിൽക്കുന്നു. വവാജിബുൻ അലൽ ഉമ്മത്തി അൽ ഈമാനു ബിഹി, ആ പ്രവാചകൻ പറഞ്ഞ എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുക എന്നത് ഉമ്മത്തിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. വതഅളീമുഹു വതഅസീറുഹു വതൗഖീറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കലും ബഹുമാനിക്കലും സ്നേഹിക്കലും ആ പ്രവാചകനെ പ്രശംസിക്കലും എല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യമായ കടമയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി വസിയ്യത്തുകൾ, ഉപദേശങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നിരവധി ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 വസിയ്യത്തുകളാണ് ഒരൊറ്റ ഹദീസിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. അത് വളരെ ഗൗരവത്തോടുകൂടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ബഅദ സ്വലാത്തിൽ ഗദാത്ത്, പ്രഭാത നമസ്കാരത്തിന് ശേഷം, സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വഅദ് പറഞ്ഞു, ഉപദേശിച്ചു. മൗഇളതൻ ബലീഗ, ആശയസമ്പുഷ്ടമായ വളരെ അർത്ഥവത്തായ ഒരു ഉപദേശം. ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്, അത് കേട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നടുങ്ങി പേടിച്ചു വിറച്ചു, ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞ് അത് കണ്ണീരായി ചാലിട്ടൊഴുകി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ ശക്തമായ സ്വാധീനമുണ്ടാക്കിയ, അവർ സാഗൂതം ശ്രദ്ധിച്ച ആ വസിയ്യത്തിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഈ 2 ഗുണങ്ങൾ നാം പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുമ്പോൾ അവരുടെ മനസ്സിൽ തട്ടി അതവരുടെ കണ്ണിലൂടെയും ഹൃദയത്തിലൂടെയും എല്ലാം പ്രതിഫലിക്കുന്ന രംഗങ്ങളാണ് ആ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ 2 വിശേഷണങ്ങളെ സംബന്ധിച്ചും യഥാർത്ഥ വിശ്വാസികളുടെ ലക്ഷണങ്ങളായി പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞത് ഖുർആനിലൂടെ വായിച്ചു പോകുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. ഏത് 2? ഉപദേശങ്ങൾ കേട്ടാൽ മനസ്സിൽ തട്ടുകയും മനസ്സ് വേദനിക്കുകയും കണ്ണിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകുകയും ചെയ്യുക എന്നത് ഈമാനുള്ളവരുടെ നല്ല ലക്ഷണമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. യഥാർത്ഥ സത്യവിശ്വാസികൾ ആരാണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, പടച്ചറബിന്റെ ഉണർത്തലുകളും താക്കീതുകളും അവരെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങും, പേടിക്കും. പടച്ചവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ബാക്കി ആരെ കുറിച്ച് പറയുന്നതിനേക്കാളും അയാൾ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ തിന്മയിൽ നിന്ന് പിടിച്ചു നിർത്താൻ, നന്മയിലേക്ക് ആവേശം നൽകാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ഒരു രീതിയായിരുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, ആ പടച്ചറബിന്റെ വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, പടച്ചറബിലെല്ലാം പരമേൽപ്പിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ വചനത്തിൽ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിലെ 35-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ അഹ്ലി കിതാബുകാരിൽപ്പെട്ട യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ച് സൂറത്തുൽ മാഇദയിലെ 83-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞപ്പോൾ ഈ ഒരു വിശേഷണം പ്രത്യേകം പറയുന്നുണ്ട്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, അള്ളാഹുവിന്റെ റസൂലിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വചനങ്ങൾ, ഖുർആനിന്റെ ആയത്തുകൾ വേദക്കാരായ ആളുകൾ കേട്ടുകഴിഞ്ഞാൽ, തറാ അഅ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. അവർ ജൂതനല്ലേ ക്രിസ്ത്യാനിയല്ലേ എന്നുള്ള നിലയിലല്ല, അവർ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഹക്ക് മനസ്സിലാക്കുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ മനസ്സിൽ അതിന് സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചു. അവരുടെ കണ്ണിലൂടെ ആ കണ്ണുനീർ ചാലിട്ടൊഴുകുന്നത് നിനക്ക് കാണുവാൻ സാധിക്കുമെന്ന സൂറത്തുൽ മാഇദയിലെ 83-ാമത്തെ ആയത്തിൽ പറയുന്നത് ശ്രദ്ധേയമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ടപ്പോൾ സ്വഹാബത്ത് എല്ലാവരും ശ്രദ്ധിച്ചു. അവരുടെ മനസ്സും കാതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചു വെച്ചു. ആ വാക്കുകൾ കേൾക്കുമ്പോൾ കൂട്ടത്തിൽ, സ്വഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഇന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് യാത്ര പറഞ്ഞ് വിട ചോദിക്കുന്ന ഒരാളുടെ വർത്തമാനം പോലെയുണ്ടല്ലോ. ഫമാദാ തഅഹദു ഇലൈനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെയാണ് എങ്കിൽ അങ്ങ് ഞങ്ങളോട് എന്താണ് കാര്യമായി ഉപദേശിക്കുന്നത്, കൽപ്പിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത 3 ഉപദേശങ്ങളാണ് നാം പറയാൻ ആഗ്രഹിക്കുന്നതും നാം ശ്രദ്ധിക്കേണ്ടതും. യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആളുകളുടെ വാക്കുകൾക്ക് പ്രത്യേകതയുണ്ട്, അതിന് കൂടുതൽ ശ്രദ്ധയുണ്ടാകും, സ്വാധീനമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അങ്ങനെ പറഞ്ഞത്, പ്രവാചകരെ, അങ്ങ് ഞങ്ങളോട് യാത്ര പറഞ്ഞ് ഞങ്ങളെ തനിച്ചാക്കി പോവുകയാണോ? എങ്കിൽ ഞങ്ങളോട് എന്താണ് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യാനുള്ളത്, ഉപദേശിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത്, ഊസീകും ബിത്തഖ്വല്ലാഹ്, ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്നതാണ് ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് എന്നാണ്. ഓരോ ജുമായിലും നമ്മൾ ഇന്നും കേട്ടതുപോലെ 3 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന പടച്ച റബ്ബ് പറഞ്ഞ ആയത്തുകൾ സ്വഹാബത്തിനെ കേൾപ്പിക്കും, വിശ്വാസികളെ കേൾപ്പിക്കും. ആ സുന്നത്ത് പാലിക്കുന്ന മിമ്പറുകളിലൊക്കെ ഇന്നും കേട്ടിട്ടുണ്ടാകും ഈ 3 ആയത്തുകൾ. എന്താണ് ഇങ്ങനെ ആവർത്തിച്ചു പറയാൻ? ഖുർആൻ ഏറെ പ്രാധാന്യത്തോടെ പറഞ്ഞൊരു വിഷയമാണ് പടച്ച റബ്ബിനെ സംബന്ധിച്ചുള്ള തഖ്വ എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ തന്നെ ഉപകരിക്കുന്നത് ആർക്കാണ്? ഖുർആൻ പറഞ്ഞു, ഹുദൻ ലിൽ മുത്തഖീൻ, അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പക്ഷെ എല്ലാവർക്കും അതിന്റെ ഗുണഫലങ്ങൾ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുകയില്ല. അതിന്റെ വെളിച്ചം കിട്ടണമെങ്കിൽ, അതിന്റെ മധുരം നുകരണമെങ്കിൽ, അതിന്റെ സുഗന്ധം അനുഭവിക്കണമെങ്കിൽ മുത്തഖീങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഖുർആൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്വർഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ഖുർആൻ എത്രയോ എടുത്തു പറഞ്ഞു, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗം അല്ലാഹു തയ്യാറാക്കിയിട്ടുള്ളത് മുത്തഖീങ്ങളായ ആളുകൾക്കാണ്. ദുനിയാവിൽ ആശ്വാസവും സഹായവും പടച്ചറബിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ പരിഗണനയുമൊക്കെ ഉണ്ടാകുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആർ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവർക്ക് ഏത് കെട്ടിക്കുടുക്കിലും പ്രയാസങ്ങളിലും അള്ളാഹു ഒരു എക്സിറ്റ്, ഒരു തുറവി ഉണ്ടാക്കി കൊടുക്കും, പുറത്തു കടക്കുവാനുള്ള വഴി അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, അവര് പോലും വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു അവർക്ക് ഉപജീവനങ്ങൾ നൽകും. അതേപോലെ തുടർന്ന് പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, അവരുടെ എല്ലാ കാര്യവും
ഈസിയാക്കി എളുപ്പമാക്കി അള്ളാഹു കൊടുക്കും. വമൻ യത്തഖില്ലാഹ യുകഫിർ അൻഹു സയ്യിആതിഹി, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. വയുഅളിം ലഹു അജ്റ, അള്ളാഹു അവർക്ക് മഹത്തായ പ്രതിഫലം നൽകുമെന്നാണ് സൂറത്ത് ത്വലാഖ് 65-ാം ആയത്തിലെ 2, 3, 4, 5 ആയത്തുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് നാം ഈ കേട്ടത്. അപ്പൊ എല്ലാവരോടുമുള്ള പടച്ചറബിന്റെ വസിയ്യത്തായി ഖുർആൻ പറഞ്ഞു. സൂറത്തു നിസായിലെ 131-ാമത്തെ ആയത്തിൽ വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ആളുകൾക്കും നിങ്ങളോടും അള്ളാഹു വസിയ്യത്ത് ചെയ്യുന്നു അനിത്തഖുല്ലാഹ്, അള്ളാഹുവിനോട് നിങ്ങൾ തഖ്വയുള്ളവരായിരിക്കണമെന്ന്. അപ്പൊ സാരസമ്പുഷ്ടമായ വാക്കാണ് തഖ്വ എന്നത്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ കലിമത്തുൻ ജാമിഅ മിൻ അജ്മഇൽ കലിമാത്തി ശർഇയ്യ, മതപരമായ വാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അർത്ഥം ഉൾക്കൊള്ളുന്ന ആശയ സമ്പുഷ്ടമായ ഒരു വാക്കാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഭാഷാപരമായ അർത്ഥം ഇത്തിഹാദുൽ വിഖായ, നമ്മൾ ഒരു സുരക്ഷിതമായ വഴി സ്വീകരിക്കുക എന്നാണ്, രക്ഷാമാർഗം സ്വീകരിക്കുക എന്നാണ്. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചില വസ്ത്രങ്ങളും അതേപോലെ തന്നെ പ്രത്യേകമായ രീതികളും സ്വീകരിക്കുന്നത് പോലെ, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അതിൻ്റെതായ വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ, മിൻ അദാബില്ല, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ചില പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് എങ്ങനെയാണ് സാധിക്കുക? വലാ യകൂനു ഹാദാ ഇല്ലാ ബിഫിഅലിൽ അവാമിർ വജ്തിനാബിൻ നവാഹി, അള്ളാഹുവിന്റെ ശാപകോപങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ള പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അള്ള വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. അതിലൂടെ മാത്രമേ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഇതിന് സാധിക്കണമെങ്കിൽ വലാ യകൂനു ഇല്ലാ ബിഇൽമിൻ ബിൽ അവാമിരി വൻ നവാഹി, അള്ള കൽപ്പിച്ചത് ഏതാണ്, അള്ള വിലക്കിയത് ഏതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പറഞ്ഞത് ഏതാണ്, ചെയ്യരുത് എന്ന് വിരോധിച്ചത് ഏതാണ് എന്നൊക്കെ നമ്മൾ അറിയണം. അപ്പോ തീർച്ചയായും ഇൽമും അമലും വേണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ചറിയണം, വിലക്കിയ കാര്യങ്ങളെ സംബന്ധിച്ചറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. എങ്കിൽ ഖുശൂഉം ഖശിയത്തും തഖ്വയുമൊക്കെ, അഥവാ ഭക്തിയും സൂക്ഷ്മതയും പേടിയുമൊക്കെ നമുക്കുണ്ടാകും. ഫതഖ്വല്ലാഹി ഇദൻ അൻ യത്തഖിദൽ ഇൻസാനു വിഖായതൻ മിൻ അദാബില്ലാഹ്. അപ്പൊ ചുരുക്കത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്നതാണ്. അതെങ്ങനെയാണ്? ബിഫിഅലി അവാമിരിഹി വജ്തിനാബി നവാഹിഹി, അള്ള പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അള്ള വിലക്കിയ തെറ്റുകളിൽ നിന്ന് വിട്ടകന്ന് നിന്നുകൊണ്ടുമാണ് അത് നമ്മൾ സാധിച്ചെടുക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് പറഞ്ഞ കൽപ്പന, ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തേത് നേതൃത്വത്തെ അനുസരിക്കുക എന്ന കാര്യമാണ്. വസ്സംഇ വത്വാഅ, എത്യോപ്യൻ അടിമയാണ് നിങ്ങളുടെ നേതാവ് എങ്കിൽ പോലും, കാണാൻ ഭംഗിയില്ലാത്ത സമൂഹത്തിൽ ആദരിക്കപ്പെടാത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ നേതൃത്വത്തിലുള്ളതെങ്കിൽ പോലും അയാളെ നിങ്ങൾ അംഗീകരിക്കണം, ആദരിക്കണം. രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ അൽ ഇമാമുൽ ആളം മാത്രമല്ല, ഏത് നേതൃത്വത്തെയും, അഥവാ വീട്ടിൽ കുടുംബനാഥൻ എന്നുള്ള നിലയിൽ വാപ്പയെ അംഗീകരിക്കണം. യാത്രയിൽ 3 പേരുണ്ടെങ്കിൽ ഒരാളെ അമീറാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അമീറിനെ അനുസരിക്കണം. ഒരു കൂട്ടായ്മയിൽ നേതൃത്വം ഉണ്ടാകും, നേതൃത്വത്തെ അനുസരിക്കണം. ഒരു സ്ഥാപനമാണെങ്കിൽ അതിന്റെ മേലധികാരി ഉണ്ടാകും, അയാളെ അംഗീകരിക്കണം, അനുസരിക്കണം. ഇങ്ങനെ തീർച്ചയായും ഈ പറഞ്ഞ രീതിയിൽ അനുസരണശീലം ഇസ്ലാം വളർത്തിയെടുത്ത സംഗതിയാണ്. അത് ഇല്ല എങ്കിൽ എവിടെയും പ്രശ്നമായിരിക്കും. പല രാജ്യങ്ങളിലും ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പല വീടുകളിലും കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്നത് നേതൃത്വത്തെ അനുസരിക്കുക എന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ്. ലിഅന്നൽ ഇമാറത, ഈ പറഞ്ഞ ഹദീസിലെ പ്രയോഗം നേതൃത്വത്തെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ ഭരണാധികാരിയായ ഇസ്ലാമിക ലോകത്തെ ഒരു ഖലീഫയെ മാത്രം അനുസരിക്കുക എന്നല്ല അതിന്റെ താല്പര്യം. കാരണം ദീനിന്റെ വിശദാംശങ്ങൾ അറിയുന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഇമാറത്ത്, നേതൃത്വം എന്ന് പറഞ്ഞാൽ ഫിശ്ശറഇ തശ്മുലുൽ ഇമാറത്തുൽ ഉളുമ വമാ ദൂനഹ, അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അധികാരം എന്ന് പ്രത്യേകം നിജപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരമോന്നത സമിതിയായ ഭരണാധികാരികളെയും അത് ഉൾപ്പെടും. അതേപോലെ തന്നെ അതിന് താഴെയുള്ള നേതൃത്വത്തെയും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമികമായി ഇമാറത്ത് എന്ന് പറഞ്ഞാൽ. ക ഇമാറത്തിൽ ബുൽദാൻ,
പ്രാദേശികമായ ഓരോ നാട്ടുകളിലെയും ഭരണസമിതികൾ ഉണ്ടാകും. വൽ മുഖാത്തആത്ത്, ഓരോ പ്രവിശ്യകളിലെയും നേതൃത്വങ്ങൾ ഉണ്ടാകും. വൽ ഖബായിൽ, ഓരോ കുടുംബത്തിന്റെയും ഗോത്രങ്ങളുടെയും നേതൃത്വം ഉണ്ടായിരിക്കും. വമാ അശ്ബഹ ദാലിക്, ഇതുപോലെയുള്ള എല്ലാ നേതൃത്വത്തെയും അംഗീകരിക്കേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട്. ദീൻ പഠിപ്പിച്ച ആ അനുസരണശീലമില്ലാത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പല നാടുകളിലും വീടുകളിലും ഒക്കെ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാകുവാൻ കാരണമെന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ആ അനുസരണത്തിന് ഒരു ഉപാധിയുണ്ട്, ആ കാര്യം മറന്നുപോകുവാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ ഇന്നമത്വാഅതു ഫിൽ മഅറൂഫ്, നേതൃത്വമല്ലേ എന്ന് വിചാരിച്ച് അവർ പറയുന്നതെല്ലാം അനുസരിക്കേണ്ടതില്ല. അല്ലാഹ് പറഞ്ഞതിന് വിരുദ്ധമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് എതിരായി വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും രാജാവ് പറഞ്ഞാലും ഭരണാധികാരികൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും അനുസരിക്കേണ്ട ബാധ്യതയില്ല. നന്മകളിലാണ് അനുസരണയുള്ളത്. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സ്രഷ്ടാവായ പടച്ചറബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെയും അനുസരിക്കേണ്ടതില്ല. ചില സ്ത്രീകൾ ഇസ്ലാമികമായ വസ്ത്രധാരണാ രീതി ഒഴിവാക്കി തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ എന്റെ ഭർത്താവിന് പർദ്ദ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇസ്ലാമികമായ വസ്ത്രം ഇഷ്ടമില്ല, ഭർത്താവിനെ അനുസരിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇസ്ലാമികമായി ന്യായീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നർത്ഥം. ഭർത്താവ് പറഞ്ഞാലും വാപ്പ പറഞ്ഞാലും ഉമ്മ നിർബന്ധിച്ചാലും അള്ളാഹു പറഞ്ഞതിന് എതിരിൽ ചെയ്യുവാൻ ഒരിക്കലും അത് ന്യായമാക്കുവാൻ പാടുള്ളതല്ല. മറിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ മാതാപിതാക്കളെ ധിക്കരിക്കേണ്ടി വന്നാലും അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ് ഒരു വിശ്വാസി ഏറ്റവും മുഖ്യമായി കാണേണ്ടത് എന്ന് അതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. സർവശക്തനായ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നതുപോലെ പരിപൂർണമായി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് നൽകിയ വസിയ്യത്ത് ഒരു പ്രവചനത്തോടു കൂടിയുള്ള ഉപദേശമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അവിടെ നിന്ന് പറഞ്ഞു, ഫഇന്നഹു മൻ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. നിങ്ങളുടെ കൂട്ടത്തിൽ ദീർഘായുസ് ലഭിക്കുന്ന, ഇനിയും കുറെ നാളുകൾ ജീവിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾക്ക് സമൂഹത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെയാണ് സ്വഹാബത്തിന്റെ അവസാന കാലം ആകുമ്പോഴേക്ക് ഇസ്ലാമിക സമൂഹത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ പലതരത്തിലുള്ള കലഹങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അപ്പോ ഏത് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും, സ്വഹാബത്തിനോട് മാത്രമല്ല, പിൽക്കാലത്ത് ഓരോ ചരിത്രവും നമ്മൾ പരിശോധിക്കുമ്പോൾ കാലം പിന്നിടുന്തോറും അഭിപ്രായ വ്യത്യാസങ്ങളും ഛിദ്രതയും വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ആ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഊന്നിപ്പറഞ്ഞത്. വ ഇയ്യാകും വ മുഹദസാത്തിൽ ഉമൂർ. അപ്പോൾ പുതുനിർമ്മിതികളെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഫഇന്നഹാ വലാല, കാരണം അവയെല്ലാം വഴികേടാണ്. മതത്തിന്റെ പേരിൽ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, അത് വഴികേടിന്റെ അടയാളങ്ങളാണ്, വഴികേടുകളാണ്. ഫമൻ അദ്റക ദാലിക മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ അത്തരം തിന്മകളെ കാണുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഫഅലൈഹി ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെയും സച്ചരിതരായ മുൻഗാമികൾ അഥവാ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ചര്യയെ അവലംബിക്കണം. അള്ളൂ അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ലുകൊണ്ട്
ആ സുന്നത്തിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗനിർദ്ദേശങ്ങളെ മുറുകെ പിടിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ സമൂഹത്തിൽ മതപരമായ വിഷയത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. വിശ്വാസ കാര്യങ്ങളിൽ, അനുഷ്ഠാന കാര്യങ്ങളിൽ, ആചാരങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഭൂരിപക്ഷം എങ്ങനെ എന്ന് നോക്കിയിട്ടല്ല ഒരു വിശ്വാസി തീരുമാനിക്കേണ്ടത്. എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും എന്തഭിപ്രായപ്പെടുന്നു, എന്താണ് അവർക്ക് താല്പര്യം എന്നതുമല്ല നമ്മൾ നിലപാടുകൾ എടുക്കുവാൻ വേണ്ടി സ്വീകരിക്കേണ്ട മാനദണ്ഡമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഇഷ്ടമില്ലെങ്കിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, സ്വഹാബത്ത് നിലകൊണ്ടത് ഇങ്ങനെയാണ് എന്ന് ഏത് വിഷയത്തിലും പഠിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലൈലുഹാ കനഹാരിഹാ, രാവ് പോലും പകലിന് സമാനമായ തെളിഞ്ഞ വഴി നമ്മുടെ മുന്നിൽ രൂപപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ്, ഒരു പ്രയാസം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഒരു ആവശ്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ മുൻപ് കഴിഞ്ഞുപോയ ഏതെങ്കിലും അമ്പിയാക്കന്മാരുടെ, ഔലിയാക്കന്മാരുടെ കബറുകൾ തേടിപ്പോയി അവിടെ ചെന്ന് ദുആ ചെയ്യുവാനും അവരോട് സങ്കടം പറയാനും മെനക്കെട്ടിട്ടുണ്ടോ? ഇല്ല എന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ്. ഏത് ഘട്ടത്തിലും റബ്ബിനോട് തുറന്നു ചോദിക്കുന്ന പടച്ച റബ്ബിന്റെ ഇഷ്ടദാസനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ ഏത് കാര്യത്തിലും, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ, സ്വഹാബത്തിന്റെ രീതികൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമ്മൾ മുറുകെ പിടിക്കണം. അള്ളൂ അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നിസായിലെ 65-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു കൊടുക്കാൻ, അള്ളാഹുവിന്റെ റസൂലെ, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂൻ, അവർ യഥാർത്ഥ വിശ്വാസികളല്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ പ്രവാചകരായ താങ്കളെ അവർ വിധികർത്താവായി സമ്മതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യത്തോട് പൂർണ്ണമായി അവരുടെ മനസ്സ് യോജിച്ചു വരികയും ചെയ്യുന്നതുവരെയും സ്വന്തം താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ മാറ്റിവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണോ, സ്വഹാബത്തിന്റെ രീതി അതാണോ, എങ്കിൽ ഞാനും ആ മാർഗത്തിലാണ് എന്ന് പറഞ്ഞ് പൂർണ്ണമായി തൃപ്തിപ്പെട്ടു വരുന്നത് വരെയും അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളല്ല, റബ്ബ് തന്നെയാണ് സത്യം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോ ഒരു വിശ്വാസിയുടെ കൃത്യമായ മാർഗരേഖ വിശദീകരിക്കുന്ന 3 വസിയ്യത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ 3 വസിയ്യത്തുകൾ നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വെച്ചാൽ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങളിൽ പല ആളുകളും ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാകും, ചാവക്കാട് മന്നലാംകുന്നത്ത് എന്ന പ്രദേശത്തുള്ള നമ്മുടെ ഒരു ആദർശ സഹോദരൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ബന്ധു രോഗിയായി കിടക്കുന്നവരെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നതിനിടയിൽ അദ്ദേഹം സഞ്ചരിച്ച 2 വീലർ ഒരു ടോറസുമായി ഇടിച്ച് ഭാര്യ തെറിച്ചുപോയി. അവർക്ക് അപകടങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചുവെങ്കിലും ഇദ്ദേഹം ആ വാഹനത്തിനടിയിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. തൗഹീദുള്ള, ആദർശമുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ് ഷിഹാബ് എന്ന് പറയുന്ന, ഞാൻ വ്യക്തിപരമായി അറിയുന്ന മന്നലാംകുന്ന് സ്വദേശിയായ ഷിഹാബ്. ഇന്ന് അദ്ദേഹം ഖബറിലാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പരലോകം അള്ളാഹു വെളിച്ചമുള്ളതാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മെയും അദ്ദേഹത്തെയും അള്ളാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വേർപാട് മുഖേന വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സഹധർമ്മിണിക്കും ഉമ്മക്കും സഹോദരങ്ങൾക്കുമൊക്കെ മക്കൾക്കുമൊക്കെ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി ആദരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.